അളി എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? ആക്ച്വലി എന്റെ ഓഫീസിലെ ഒരു പെൺകുട്ടിയുടെ ലിപ്സ്റ്റിക്ക് ബൈ മിസ്റ്റേക്ക് എന്റെ ബാഗിലായി പോയി. അതുകൊണ്ട് അതെന്റെ ഗേൾ ഫ്രണ്ട് കണ്ടു. സോ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ ചെയ്യൂല. നീ ചെയ്യും. ഞാൻ ചെയ്യൂല. അളിയ നിനക്കറിയാലോ അളിയ, എനിക്ക് വേറെ ആരും ഇല്ല, നീ മാത്രമല്ലേ ഉള്ളൂ. പ്ലീസ്. അതെ അതെ അതെ, ഞാൻ വല്ലപ്പോഴും മാത്രമേ ഈ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും യൂസ് ചെയ്യുന്ന വേറൊരു ഷെയ്ഡ്സാ. ഇത് അറിയാതെ അവന്റെ ബാഗിലായി പോയതാ. ഇനി ആവർത്തിക്കില്ല. ഓക്കെ, ബൈ. അല്ലെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായി. ഇനി എന്താ ചെയ്തു വെച്ച് എന്റെ ബാഗിൽ നോക്കൊരു ലിക്കർ ബോട്ടിൽ കിട്ടി. സോ ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്റെയാണെന്ന് പറഞ്ഞു. ഞാൻ മദ്യപിക്കാറില്ല അളിയ, നിനക്കറിയാലോ അളിയ, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ഞാനിത് വേറെ ആരോട് പറയും? നോ നെവർ, ഞാനിത് ചെയ്യൂല. ശിവയുടെ ഞാൻ കുറച്ച് ഫിറ്റാണ്. ഞാൻ അറിയാതെ അവന്റെ ബാഗിൽ ഉപ്പിയായി പോയതാ. ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ബൈ. ഇനിയുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്തോന്ന്, ഇത് തീർന്നില്ലേ? ഇല്ല, തീർന്നില്ല. ഞാൻ മദ്യലഹരിയിൽ ഇവളുടെ ഒരു പെൺസുഹൃത്തിന് എന്തൊക്കെയോ മെസ്സേജ് അയച്ചു. അതുകൊണ്ട് അതും കൂടെ നീ ഒന്ന് ഏറ്റെടുക്കും. ഇതൊന്നും പറ്റൂല നിനക്കറിയാലോ. ഞാനിങ്ങനെ സ്ഥിരം എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഇപ്രാവശ്യം അവന്റെ അക്കൗണ്ടിൽ കയറി അയച്ചെന്നേ ഉള്ളൂ. ബേസിക്കലി ഞാനൊരു പെർവർട്ടാ. ശരി, പെണ്ണ് പോലും കിട്ടൂലടാ. സോ ഇനിയുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എന്തോന്ന്, ഇനിയൊന്നുമില്ല. ഇതും കൂടെ ഉള്ളു സത്യം, ഇതും കൂടെ ഉള്ളു. ഞാനൊരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്ന റീല് കണ്ടോണ്ടിരുന്നു. അത് അവൾ അറിയാതെ കേട്ടു. അപ്പൊ കണ്ടില്ലേ, യെസ്, അവിടെയാണ് ലൂപ്പ് ഹോൾ. അവളത് കേട്ടത് മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ എളുപ്പമില്ല, അത് വേറെ ഏതെങ്കിലും റീൽസ് ആണെന്നൊക്കെ പറഞ്ഞാ പോരെ. അങ്ങനെ പറയാമായിരുന്നു, പക്ഷെ ഞാൻ ആ ശീലം കൊണ്ട് നീ ഡാൻസ് കളിക്കുന്ന റീലാണെന്ന് പറഞ്ഞുപോയി. ഇത്തവണയും കൂടെ എന്നെ സഹായിക്കണം. ഡാൻസാ? ഇത് പറ്റൂല.